ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ആരൊക്കെ എടുത്ത് വന്നിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇനി ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതാലും വറുക്കാത്തതാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 കപ്പ് റവ എടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഈ ഒരു പൊടിച്ച റവയിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ എടുത്ത 1 കപ്പിൻ്റെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് വേണം. പിന്നെ ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വളരെ കുറച്ച് ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ അളവൊന്നും കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള ചോറ് ഒരിക്കലും ഇതിലേക്ക് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഈ ഒരു മാവിലേക്ക് എടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ അടിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 3 അണി ശർക്കര നന്നായിട്ട് കേകി എടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പം ഞാനിത് അടുപ്പത്തേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മാവ് ഈ ഒരു കട്ടി തന്നെ കിട്ടണം കേട്ടോ. ഞാനിത് എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ മാവൊക്കെ അടിച്ചെടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നന്നാവുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു 1/4 കപ്പ് വെള്ളം ബാക്കി മാറ്റി വെച്ചിരുന്നു. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഞാൻ ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നേരത്തെ ഞാൻ ശർക്കര മിക്സ് ആവാൻ വെച്ച് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുത്ത് ഞാനിത് ചൂടോടെ തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു മാവ് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ടൊരു മൂടി വെച്ചെങ്ങാൻ ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ഈ ഒരു മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഞാൻ മാവൊക്കെ ഒന്ന് മിക്സാക്കിങ്ങാൻ വെച്ചതാണ്. മാവ് നന്നായിട്ട് സോഫ്റ്റായി വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് തേങ്ങ കട്ടാക്കിങ്ങാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഞാൻ ഇവിടെ എടുത്ത തേങ്ങ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഞാൻ ചൂടോടെ തന്നെയാണ് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് വെള്ളപ്പൊക്കെ ചുടുന്ന ആ ഒരു ചട്ടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ചട്ടി കയ്യിലുള്ളവർ അതന്നെ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു ചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അപ്പം ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഒരപ്പം ചുട്ടെടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം ഞാൻ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് മൂടി വെച്ച് കൊടുക്കുമ്പം ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് വരും. അങ്ങനെ ഹോൾസ് വരികയാണെങ്കിൽ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ച് ഒരു 2-2.5 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ് മൂടി തുറന്ന് നോക്കുന്നത്. അപ്പം ചെറുതായിട്ട് ഹോൾസൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുമ്പം അടിയിൽ എന്തെങ്കിലും ഒരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിലൊരു പാത്രം. അപ്പോൾ അത് നന്നായിട്ട് ഹോൾസൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ചെയ്തത്. ഞാൻ ഈ ഒരു മാവ് വെച്ച് ഞാനിവിടെ 8 അപ്പമാണ് ചുട്ടെടുത്തിട്ടുള്ളത്.
അപ്പോൾ അതാ ഞാൻ ചുട്ടെടുത്ത അപ്പം നന്നായിട്ട് ആരൊക്കെ എടുത്ത് വന്ന് നന്നായിട്ട് വെന്ത് വരികയും ചെയ്തിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയൊരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു അപ്പം കഴിക്കാനായിട്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഫോർവേഡും ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.